വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ സഹോദരങ്ങളെ, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇരകളോടൊപ്പം നിൽക്കാൻ, അതിൽ നിന്ന് ശാശ്വതമായ ഈ നാടിന് ശാശ്വതമായി പരിഹാരം നേടാൻ എന്തു വേണം എന്ന് ചിന്തിക്കാനുള്ള ജനകീയ കൺവെൻഷൻ. വിശപ്പും ഉറക്കവും ഒക്കെ ഒരുപക്ഷെ വിശന്നിട്ട് ഉറക്കം കയറുന്ന ഒരു നേരത്താണ് ഇരിക്കുന്നത് എന്ന് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിയമപരമായ കാര്യങ്ങളും സംസ്കൃതിയും ഒക്കെ പറയുമ്പോഴും എൻ്റെ ചിന്ത പോയത് വേറൊന്നുമല്ല. എൻ്റെ കിടപ്പാടം മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് മേടിച്ചത്, എൻ്റെ മക്കളുടെ കിടപ്പാടവും അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് മേടിച്ചതാണ്. പടച്ച തമ്പുരാനെ എവിടൊക്കെ അതൊക്കെ പോണ് എന്നുള്ള ആ ചിന്ത, അതാണ് സത്യം പറഞ്ഞാൽ ഭരിച്ചിരുന്നത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ഹലാലാക്കുക എന്നുള്ളത് നമ്മൾ ഇടക്കാലത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. ഹലാൽ ഹറാമാക്കാൻ പോയി റിമാൻഡ് ചെയ്യപ്പെട്ട ബാബു ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭക്ഷണം ഹലാലാക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടത് തുപ്പിയിട്ട് ഹലാലാക്കാം എന്നുള്ളതാണ്. ഇത് ചിന്തിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ മലബാറിന്റെ പല ഭാഗങ്ങളിലും റംസാൻ വ്രതം വന്നു തുടങ്ങിയാൽ റംസാൻ മാസത്തെ നോമ്പ് തുടങ്ങിയാൽ നടന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. കാരണം വായിൽ ഉമിനീരിറക്കാൻ പാടില്ല വ്രതത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ഉമിനീരിറക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവരത് തുപ്പണു എന്നാണ് മനസ്സിലാക്കാൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഭയം, ലേശം കഴിഞ്ഞാൽ ഈ തുപ്പിയ ഭൂമിയൊക്കെ വഖഫിന്റെ ആണ് എന്നാണ്. മലബാർ മാത്രമല്ല, പല ഭാഗത്ത് ഒരുത്തിയിൽ നിന്നാൽ ഈ വാങ്ങിന്റെ പ്രതിധ്വനി ഇങ്ങനെ കേട്ട് ഏത് സ്ഥലത്ത് നിന്നാലും ഒരു 5-10 മിനിറ്റ് നേരം തന്നെ ഒന്നിന്റെ വാങ്ങിന്റെ പ്രതിധ്വനി, അടുത്തതിന്റെ പ്രതിധ്വനി, വാങ്ക് ഇങ്ങനെ കേൾക്കും. പണ്ട് വാച്ചൊക്കെ ഇല്ലാത്ത കാലത്ത് അത് ഇത്ര പള്ളിയിൽ നിന്നും വരാനില്ല. എന്റെയൊക്കെ അച്ഛനൊക്കെ മലപ്പുറത്താണ്. അപ്പോൾ അവരൊക്കെ അച്ഛനമ്മമാരൊന്നും വാച്ചൊന്നുമില്ല. അപ്പോൾ അവർ ഈ ശബ്ദം കേട്ടാൽ ഇത്ര സമയമായി, കാരണം ഇന്ന വാങ്ങി ഇന്ന നിൽക്കാൻ ചിലപ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കാനായി, അല്ലെങ്കിൽ പലത് ഈ വാങ്ങിന്റെ ശബ്ദമായി കേട്ടിങ്ങനെ വാച്ചില്ലാത്ത കാലത്ത് ഒരു വിളിയൊക്കെ ആയിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ഒരു സൗകര്യമാണ്. അതുപോലെ നിസ്കരിക്കാൻ ഒരു സൗകര്യമാവും എന്ന് അന്ന് കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ചിന്തിക്ക്, ഈ പറഞ്ഞമാതിരി ഈ ശബ്ദം കേട്ട സ്ഥലമൊക്കെ നാളെ ഞങ്ങളുടെയാണ് എന്നെങ്ങാൻ നിയമം വരും. വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജനകീയ കൺവെൻഷനുമായി ഇവിടെ വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ സേഫിന് 404 ഏക്കർ ഭൂമിയും എത്രയോ വെള്ളക്കെട്ടും ഒക്കെ കൂടി കിട്ടി. ഏതായാലും ഗുജറാത്തിൽ നിന്ന് ചുമന്നുകൊണ്ട് വന്നതോ അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല, തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്. അതിപ്പോ ചർച്ചയിൽ വരുന്നില്ല. തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെയാ വഖഫ് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത്? കഥയിൽ ചോദ്യമില്ല എന്നുള്ളതാണ്. പാട്ടഭൂമികൾക്കൊക്കെ, എല്ലാ പാട്ടഭൂമികൾക്കും എന്താണോ സംഭവിച്ചത് അതേ നിയമം ഇതിന് ബാധകമല്ല. പാട്ടകാലാവധി കഴിഞ്ഞാൽ ഇന്ന് രാജ്യഭരണം ഇല്ല, സർക്കാരിന് ചെന്ന് ചേരേണ്ട സ്ഥലമല്ലേ. അപ്പൊ അതെങ്ങനെ വഖഫ് ചെയ്യാൻ സാധിക്കും? ഇനി ഇതിന് ഫറൂഖ് കോളേജുമായാണ് നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. രേഖപ്പെടുത്താൻ അവർക്ക് മടിയുള്ള ഒരു ചരിത്രം അതുകൊണ്ട് രേഖപ്പെടുത്തി കാണില്ല. രേഖപ്പെടുത്താൻ മടിയുള്ള ചില കഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഫറൂഖ് കോളേജിന്റെ പിന്നിലുണ്ട്. അതുകൂടി നമ്മൾ ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ മനസ്സിൽ നെരിപ്പോട് പോലെ നിൽക്കുന്നതാണ് രാമസിംഹൻ വധം 1947 അല്ലെ. അതായത് സ്വാതന്ത്ര്യം കരഗതമാകുമ്പോൾ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നടന്ന രാമസിംഹന്റെയും ഈ ഹിന്ദുമതം സ്വീകരിച്ചതിന്റെ പേരിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെട്ട, കുടുംബമായി കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെട്ട എന്നാണ് പറയുന്നത്. ആ രാമസിംഹനെയും മറ്റു 4 പേരെയും വെട്ടിയെരിഞ്ഞ ക്രൂരരായ കൊലപാതകികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അന്ന് വിപുലമായ ഫണ്ട് ശേഖരണം നടന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ. ഇന്നത്തെ പോലുള്ള ഗൾഫ് മണി, പെട്രോൾ ഒന്നുമില്ലെന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ വിപുലമായ ഒരു ഫണ്ട് ശേഖരണം അന്ന് നടന്നു. ആ പ്രതികളെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഫറൂഖ് കോളേജിലും പരിസരത്ത് മാത്രമല്ല, ഈ കൊലപാതകം നടന്ന മലബാറിന്റെ പല ഭാഗങ്ങളിലുള്ളവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതിലിതൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന പണമാണത്രേ ഫറൂഖ് കോളേജിന്റെ മൂലധനം. അപ്പൊ അതിന്റെ ചരിത്രത്തിൽ തന്നെയുണ്ട് ഈ ഒരു ഹിന്ദുമതത്തോടുള്ള ആകർഷണം കൊണ്ട് വന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിരിച്ച പണത്തിന്റെ ബാക്കി വെച്ച് തുടങ്ങി. അപ്പോൾ അത് എവിടേക്കൊക്കെ കടന്നു കയറും, അല്ലെങ്കിൽ കടന്നു കയറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ആ കാര്യത്തിൽ പറയുന്നത്. ഇനി നമ്മുടെ ഈ ജനകീയ കൺവെൻഷൻ
ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ നിയമപരമായ വശങ്ങളും ഇതിന്റെ ചരിത്രവും ഇതൊക്കെ കേട്ട് ബോധ്യപ്പെട്ട് തിരിച്ചു പോവുക എന്ന ഉദ്ദേശത്തിൽ മാത്രം വന്നതല്ല നമ്മൾ. ചങ്ങമ്പുഴയുടെ പ്രതീക്ഷ നേരത്തെ വത്സേട്ടൻ ആവർത്തിച്ചു, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. അത് തീർച്ചയായും നമുക്ക് പിന്മുറക്കാരിലേക്ക് ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മളെ പ്രതികാരമില്ലെങ്കിലും പ്രതിരോധമെങ്കിലും ആവശ്യമാണ് എന്നത്. പ്രതികാരത്തിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ വേണ്ട സമയത്ത് പ്രതിരോധം നടത്തിയാൽ പലപ്പോഴും പ്രതികാരത്തിലേക്ക് നീങ്ങേണ്ടി വരില്ല. നമ്മളെല്ലാം ഒന്നു ചേർന്ന സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടടുത്ത് പ്രതികാരം നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത് എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രതിരോധം നടത്തിയേ മതിയാണ്. ഈ പ്രതിരോധത്തിന് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ലക്ഷദ്വീപിലെ തെങ്ങിന് വേണ്ടി കൂടി പറയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടായി. കാവ്യ പെയിന്റ് അടിച്ച ലക്ഷദ്വീപിലെ തെങ്ങിന്റെ വേദന പറഞ്ഞുകൊണ്ട് ഇവിടെ എത്ര പേരാണ് അതിന്റെ പേരിൽ കോലാഹലം കൂട്ടിയെന്ന് നമുക്കറിയില്ല. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങൾക്ക് ഇവിടെ ഓടി വന്നാൽ പൗരത്വം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ റോട്ടിൽ എന്നെ വെക്കലും കിടക്കലും പെടുക്കലും പിറക്കലും എല്ലാ റോട്ടിൽ തന്നെയായി സമരം നടത്താൻ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി. പക്ഷേ ജനിച്ച മണ്ണിൽ വളർന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന മുനമ്പൻ നിവാസികൾ, അത് കയ്യേറിയവരല്ല, മുനമ്പൻ നിവാസികളോടൊപ്പം നിൽക്കാൻ എന്തേ ഇവരാരും ഇല്ലാതെ വന്നത്? ആ ചോദ്യത്തിന് ഉത്തരവുമായാണ് നമ്മൾ ജനകീയ കൺവെൻഷൻ ഇവിടെ ചേർന്നത്. അപ്പൊ അവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാകില്ലേ പറ്റുള്ളൂ. പലസ്തീന് വേണ്ടി കിലോമീറ്ററുകൾ നീളുന്ന പ്രകടനം മത്സരിച്ച് പലരും നടത്തി, പ്രകടനവും പൊതുയോഗമൊക്കെ മത്സരിച്ച് പലരും നടത്തി. സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടുന്നവർക്ക് വേണ്ടി എന്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല? അവിടെ ആകെ കൊടുക്കുന്ന ഉത്തരവ് നിങ്ങളെ കുടിയിറക്കില്ല, ഇപ്പൊ കുടിയിറക്കില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കുടിയിറക്കില്ല, ഊണ് കഴിച്ചൊന്ന് അല്ലെ ഒന്ന് ഉറങ്ങി വേണമെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് പോവാം, അതല്ലെങ്കിൽ ഇപ്പൊ കുടിയിറക്കില്ല എന്നല്ല കേൾക്കേണ്ടത്. ഇപ്പൊ അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള പ്രഖ്യാപനമാണ് കേൾക്കേണ്ടത്. ഇപ്പൊ കുടിയിറക്കില്ല എന്നുള്ളതല്ല കേൾക്കേണ്ടത്. കണ്ടതും കേട്ടതുമായ ഭൂമിയൊക്കെ വഖഫ് ഭൂമി അല്ല എന്ന പ്രഖ്യാപനമാണ്. അതെന്റെ ധൈര്യമായി പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള 140 MLA-മാർക്ക് സാധിക്കാത്തത്? അതുകൊണ്ട് അവരെയൊക്കെ തിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ, അങ്ങനെയൊക്കെയാണല്ലോ ജനാധിപത്യം പറയുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയും അന്തസ്സും വീണ്ടെടുക്കണം. നിയമങ്ങൾ പാസ്സാക്കുന്ന, ഇന്ത്യക്ക് നിയമങ്ങൾ പാസ്സാക്കുന്ന പാർലമെന്റിനും അതിന്റെ അന്യായങ്ങൾ ചോദ്യം ചെയ്യലുകൾ വിലയിരുത്തുന്ന സുപ്രീം കോടതിക്കും ഒക്കെ അർത്ഥമുണ്ടാകണം, അധികാരമുണ്ടാകണം. ഈ വഖഫിന്റെ ഈ മട്ടിക്കാണ് നിയമങ്ങൾ പോകുന്നതെങ്കിൽ ഇതിനൊന്നും അധികാരമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ തിരിച്ചെടുക്കാൻ നമുക്ക് കേവലം ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു പോവുക എന്നുള്ളതല്ല, നമ്മുടെ ഭാവി പരിപാടികൾ കൂടി നമുക്ക് നിശ്ചയിച്ചു പോകേണ്ടതുണ്ട്. ഇതിവിടെ തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഹിന്ദുവയ്ക്ക് വേണ്ടി ഇനി അങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, എല്ലാം ആയിട്ടില്ല, ഇനിയും ചർച്ച ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരണം. ആദ്യഘട്ടം എന്ന നിലയിലുള്ള ആ 3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശപ്പ് വല്ലാതെ കൂട്ടാതെ ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇനി നടത്തേണ്ടുന്നത് ഏറ്റവും ആദ്യം നടക്കുന്നത് നവംബർ മാസം 11-ാം തീയതി, പക്ഷേ എൻ്റെ നോട്ടീസ് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ടാകും. ഈ നവംബർ മാസം 11-ാം തീയതി മുനമ്പം ഭൂസംരക്ഷണ സമ്മേളനം നടക്കുന്നു. വളരെ വിപുലമായ രൂപത്തിലുള്ള മുനമ്പത്തെ നിവാസികളോടൊപ്പം നമ്മളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുനമ്പം ഭൂസംരക്ഷണ സമ്മേളനം നടക്കുന്നു നവംബർ മാസം 11-ാം തീയതി. അതിനുശേഷം കേരളത്തിലെ 3 മേഖലകളിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. നവംബർ 20-ാം തീയതി മുതൽ ഡിസംബർ 10-ാം തീയതി വരെ പഞ്ചായത്ത് തല പൊതുയോഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പഞ്ചായത്തുകൾ തോറും ഇത് വിശദമാക്കിക്കൊണ്ട് പൊതുജനങ്ങളോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ നടക്കുന്നു. ഇനിയും നമുക്ക് ഏറെ പലതും ചെയ്യാനുണ്ട്. കൂടിയിരുന്ന് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ഏതായാലും ആ കേരളത്തിന്റെ ഈ മണ്ണ്, പരശുരാമൻ മഴുവെറിഞ്ഞ ഈ സ്ഥലം കണ്ട് പനിക്കണ്ട എന്ന് വഖഫുകാരോടും മുതവല്ലിക്കാരോടും പറയാൻ തന്നെയാണ് ജനകീയ കൺവെൻഷന്റെ തീരുമാനം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം സമുദായ സംഘടനാ നേതാക്കൾ